Hello, Chapter 3 Fun with Numbers. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. Let us jump backward. Complete the following patterns. നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ കൗണ്ട് ചെയ്യുക? 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എന്നാൽ ഇവിടെ ഒരു ഫ്രോഗിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? ഫ്രോഗ് 10ൽ നിന്ന് ബാക്കിലേക്കാണ് ജമ്പ് ചെയ്യുന്നത്. അപ്പൊ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ബാക്ക്വേർഡോ 10, 9, 8, 7, 6, 5, 4, 3, 2, 1. What come just before 10? Just before 10 എന്ന് പറഞ്ഞാൽ 10ന്റെ തൊട്ട് മുന്നിൽ. അപ്പൊ 10 എന്ന നമ്പർ അതിന്റെ തൊട്ട് മുന്നിൽ ഏതാണ് നമ്പർ? 9. Just before വരുന്നത് 9 ആണ്. Next question, what come just before 9? അപ്പൊ 9ന്റെ തൊട്ട് മുമ്പിൽ ഏത് നമ്പറാ വരിക? 8. അപ്പൊ just before 9 the number is 8. അപ്പൊ നമുക്ക് അതുപോലെ ഒന്ന് എഴുതി നോക്കാം. 10 തൊട്ട് പുറകിൽ 9, തൊട്ട് പുറകിൽ 8, 7, 6, 5, 4, 3, 2, 1. ഇങ്ങനെയാണ് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യുക. ഇനി കുറച്ചുകൂടി വലിയ നമ്പറിൽ നോക്കിയാലോ? ഇവിടെ ഫ്രോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 40ലാണ്. 40ൽ ജമ്പ് ചെയ്ത് എവിടെയോ എത്തി, അവിടുന്ന് വീണ്ടും ജമ്പ് ചെയ്ത് എവിടെയോ എത്തി. അത് ഏത് നമ്പർ ആണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ഓരോ ലൈൻസ് കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 40 ആണ്. അപ്പൊ നെക്സ്റ്റ് ലൈൻ എന്തായിരിക്കും? ഇത് 39. അടുത്തത് 38. അടുത്തത് 37, 36. അത് കഴിഞ്ഞിട്ട് 35. അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്ക്വേർഡ് ആയിട്ട് കൗണ്ട് ചെയ്യാണ്. അപ്പൊ ഈ ഫ്രോഗ് ആദ്യത്തെ ജമ്പ് ചെയ്തപ്പം എത്തിയത് എവിടെയാണ്? അത് എത്തിയിരിക്കുന്നത് 37ലാണ്. അതുപോലെ വീണ്ടും ജമ്പ് ചെയ്തപ്പോ എവിടെയാ എത്തിയിരിക്കുന്നത്? 35ന്റെ തൊട്ട് മുന്നിലുള്ള നമ്പർ, അതായത് 34. 34ലാണ് രണ്ടാമത്തെ പ്രാവശ്യം എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ എത്ര നമ്പറാണ് സ്കിപ്പ് ചെയ്തിരിക്കുന്നത്? 40ൽ നിന്ന് ഇടയിലുള്ള 2 നമ്പറും സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്കാണ് ജമ്പ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും നടുക്കുള്ള 2 സ്കിപ്പ് ചെയ്ത് അതിന്റെ അടുത്തതിലേക്ക് വന്നു. അപ്പൊ 34ന്ന് ഇനി എങ്ങോട്ടായിരിക്കും അത് ജമ്പ് ചെയ്യുക? 2 ഇടയിൽ സ്കിപ്പ് ചെയ്തിട്ട് അത് ഇവിടേക്ക് പോകും. അതുപോലെ ഇതും സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. ഇതും സ്കിപ്പ് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് വരും. ഇതും സ്കിപ്പ് ചെയ്യും, ഇവിടേക്ക് ജമ്പ് ചെയ്യും. ഇതും സ്കിപ്പ് ചെയ്യും, ഇവിടേക്ക് ജമ്പ് ചെയ്യും. നമുക്ക് ഈ നമ്പർ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിയാലോ? 40, 37, 34. ഇതിനൊരു ഈസിയർ മെത്തേഡ് 40ൽ നിന്നും നമുക്ക് ലൈൻ ആയിട്ട് വരച്ചു നോക്കാം. 39, 38, 37. കണ്ടോ, 2 ലൈൻ ഇടയ്ക്ക് വന്നു. 37, 36, 35, 34. അപ്പൊ ഇവിടെ 34, 33, 32, 31. അപ്പൊ അടുത്തതോ 30, 29, 28. പിന്നെ ഇവിടെ 27, 26, 25. കണ്ടോ, ഈ നമ്പർ ലൈനിൽ 25 ഉള്ളിടത്തിൽ ഫ്രോഗ് ജമ്പ് ചെയ്ത് എത്തിയിട്ടുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പോ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് ജമ്പ് ചെയ്ത് ഫില്ല് ചെയ്യുക. അതുപോലെ ഈ ബോക്സസും ഫില്ല് ചെയ്യുക. നമുക്ക് സ്പീഡിൽ നോക്കാം. 24, 23, 22, 21, 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10. അപ്പൊ ഇവിടെ നിന്ന് അത് ജമ്പ് ചെയ്ത് ഈ 10ൽ എത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോ 70ൽ നിന്നാണ് ഫ്രോഗ് ജമ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 70ൽ നിന്നും 65 എത്തിയിരിക്കുകയാണ്.
70, 69, 68, 67, 66 and 65. ഇവിടെ ഇടയില് 1, 2, 3, 4 ലൈൻസ് സ്കിപ്പ് ചെയ്തിട്ട് ഫിഫ്ത്തിലേക്ക് ജമ്പ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ കണ്ടോ 1, 2, 3, 4 സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് എത്തും. 1, 2, 3, 4 സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് എത്തും. 1, 2, 3, 4 അടുത്തതിലേക്ക് എത്തും. അപ്പൊ ഇവിടെ നമ്പറിൽ 70യിൽ നിന്ന് 69, 68, 67, 66 അടുത്ത നമ്പർ 65. അതുപോലെ 64, 63, 62, 61 അടുത്ത നമ്പർ 60. ഇവിടെ എത്രയായിരിക്കും? 59, 58, 57, 56 and 55. ഇനി ഇവിടെ 54, 53, 52, 51, 50. നമ്മള് 5 ആഡ് ചെയ്യുന്ന സമയത്തും 10 ആഡ് ചെയ്യുന്ന സമയത്തും ഇതിന്റെ പാറ്റേൺ വളരെ ഈസിയാണ്. നിങ്ങൾ അത് പഠിച്ചു വെക്കണം. 5ന്റെ അഡീഷൻ വരുമ്പോ 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60. ഇതിന്റെ എൻഡിൽ നോക്കിയാൽ ഇതിന്റെ 1 ഡിജിറ്റ് ആദ്യത്തെ നമ്പറിൽ 1ന്റെ സ്ഥാനത്ത് 5 ആണ്. രണ്ടാമത്തെ നമ്പറിൽ 1ന്റെ സ്ഥാനത്ത് 0 ആണ്. മൂന്നാമത്തെ നമ്പറിൽ 1ന്റെ സ്ഥാനത്ത് 5 ആണ്. അപ്പോ 1ന്റെ സ്ഥാനത്ത് 1's പ്ലേസിൽ 50505050 അങ്ങനെയാണ് വരിക. ഇനി 10 ആണെങ്കിലോ 10 ആണെങ്കിൽ 10, 20, 30, 40, 50, 60, 70, 80, 90, 100. കണ്ടോ ലെഫ്റ്റ് സൈഡിൽ 10's പ്ലേസിൽ 1 പിന്നെ ഒന്നുകൂടി ആഡ് ആവും 2, 3, 4 അങ്ങനെ കൂടി 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 പോകും. എന്നാ 1's പ്ലേസിന്റെ അവിടെ എല്ലാ പ്രാവശ്യവും അത് 0 ആയിരിക്കും. അപ്പൊ 10 ആഡ് ചെയ്യുമ്പോഴും 5 ആഡ് ചെയ്യുമ്പോഴും എങ്ങനെയാണുള്ളതെന്ന് നിങ്ങൾ നേരിട്ട് കൗണ്ട് ചെയ്ത് തന്നെ പഠിക്കുക. ബാക്കിയുള്ള നമ്പർ നമുക്ക് പതിയെ പതിയെ പഠിച്ചെടുക്കാം. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ഇനി ഇവിടെ എത്രയായിരിക്കും നമ്പർ? ഇത് 45, 40, 35, 30. ഇത് തന്നെയല്ലേ കിട്ടുക എന്ന് നിങ്ങൾ ഇവിടെ സ്കിപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് ഉറപ്പിക്കുക. നെക്സ്റ്റ് ഇപ്പോ 100ൽ നിന്ന് 90യിലേക്കാണ് ജമ്പ് ചെയ്തിരിക്കുന്നത്. ഇടയില് 1, 2, 3, 4, 5, 6, 7, 8, 9 ലൈൻസ് സ്കിപ്പ് ചെയ്ത് നേരെ 10ലേക്കാണ് ജമ്പ് ചെയ്തിരിക്കുന്നത്. 100ൽ നിന്ന് 10 ബാക്ക്വേർഡ് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ അപ്പൊ എങ്ങനെയാ വരിക? 1, 2, 3, 4, 5, 6, 7, 8, 9 വിട്ട് 10ലേക്കാണ് ജമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് അത് ഇവിടെ എത്തും, ഇവിടുന്ന് അത് ഇവിടെ എത്തും. നമുക്കത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനും ഈസിയാണ്. 100, 90 പിന്നെ എത്രയാണ്? 80. 9ന്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ ആണ് 8. ലാസ്റ്റ് നമ്പർ എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ 80യുടെ മുന്നിലോ 70, 70യുടെ മുന്നിലോ 60. എങ്ങനെയാണ് ബാക്ക്വേർഡ് ജമ്പിങ്. നെക്സ്റ്റ് ഈ പ്രാവശ്യം 100ൽ നിന്ന് 90യിലേക്കല്ല 100ൽ നിന്ന് 80യിലേക്കാണ് വന്നിരിക്കുന്നത്. 100നും 80യുടെയും ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 നേരെ 20യിലേക്കാണ് ജമ്പ് ചെയ്തിരിക്കുന്നത്. 100ൽ നിന്ന് 20യിലേക്കാണ് 20 ആണ് ബാക്ക്വേർഡ് ജമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇനി 80യിൽ നിന്ന് ഇത്രയും 20 ബാക്ക്വേർഡ് എവിടെയാ എത്തുക? 60യിലെത്തും. ഇവിടെ നിന്ന് 40യിലെത്തും. ഇത് ഇടയിലുള്ള നമ്പർ ഈക്വൽ ആണോ എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് ഉറപ്പിക്കുക. അപ്പൊ 100, 80,
60, 40. Is there a pattern in the given numbers? If not, change the numbers to create a pattern. Also extend it. ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. കുറെ നമ്പർ എഴുതി കഴിഞ്ഞാൽ ഒരു നമ്പറിന്റെയും അടുത്ത നമ്പറിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് അത് എല്ലാ പ്രാവശ്യവും ഒരുപോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ 100, 90, 100ന്റെയും 90ന്റെയും ഇടയിൽ എത്രയാ ഗ്യാപ്പ് ഉള്ളത്? 10. 90യുടെയും 80യുടെയും ഇടയിലുള്ള ഗ്യാപ്പ് അഗെയിൻ 10. 80യുടെയും 70യുടെയും ഇടയിലുള്ള ഗ്യാപ്പ് 10. 70യുടെയും 60യുടെയും ഇടയിലുള്ള ഗ്യാപ്പ് ആണ് 10. ഇത് നിങ്ങൾ കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. 100 മുതൽ 90 വരെ കൗണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് 10 ആണ്. അപ്പൊ ഒരു പാറ്റേൺ ആണ് ഇതല്ലേ. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 60ക്ക് ശേഷം 50, അതിനുശേഷം 40, അതിനുശേഷം 30. Let us talk. ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിച്ച് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. Rizwan is counting numbers from 20 onwards. Will he say the number 19 in his count? Explain why. ഇവിടെ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ കൗണ്ട് ചെയ്തതെന്ന് പറയുന്നില്ല. അപ്പൊ നമുക്ക് 20 മുതൽ കൗണ്ട് ചെയ്യാ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഫോർവേഡ് കൗണ്ടിങ് ആയിട്ടാണ് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പൊ 20 മുതൽ ഫോർവേഡ് കൗണ്ടിങ് ചെയ്യാണ്. നമുക്കൊരു നമ്പർ സ്നേക്ക് നോക്കി ഇതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? 20. അപ്പൊ എങ്ങനെയാ കൗണ്ടിങ് പോവാ? 21, 22, 23, 24, 25 അങ്ങനെയാണല്ലേ. ഈ കൗണ്ടിങ്ങിൽ എവിടെയെങ്കിലും 19 വരുന്നുണ്ടോ? ഇല്ല. 19 20യുടെ തൊട്ട് മുന്നിലാണ്. ജസ്റ്റ് ബിഫോർ 20 ആണ് 19 വരുന്നത്. അപ്പൊ കൗണ്ടിങ്ങിൽ 19 വരുമോ? ഇല്ല. ആൻസർ എന്താണ്? നോ. അതിന്റെ കാര്യം എന്താണ്? 19 is just before 20. Next, Chai is counting numbers in twos from 10 onwards. Will she say 43? Explain why. എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 10ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. എവിടെയാ 10? ഇവിടെയാണ് 10. ഇനി കൗണ്ടിങ് ഇൻ twos എന്ന് പറഞ്ഞാൽ 10, 11 അങ്ങനെയല്ല. 10 ഒന്നിനെ സ്കിപ്പ് ചെയ്ത് നേരെ 2 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 10, 12, 14, 16 അടുത്ത നമ്പർ എന്തായിരിക്കും? 18, 20, 22, 24, 26, 28 അങ്ങനെയാണ് പോകുന്നത്. ഇതിലുള്ള പാറ്റേൺ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ 10, പിന്നെ 12, 14, 16, 18, 20 അങ്ങനെ പോകും. നിങ്ങൾ ഇതിന്റെ 1ന്റെ പ്ലേസിലുള്ള നമ്പർ നോക്കിയേ. അത് 0, 2, 4, 6, 8 and പിന്നെയും 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓഡ് നമ്പർ എന്താണെന്നും ഈവൻ നമ്പർ എന്താണെന്നും അറിയോ? നമുക്കിപ്പോ ഏതൊക്കെയാണ് ഈവൻ നമ്പർ എന്ന് നോക്കാം. 1 മുതൽ കൗണ്ട് ചെയ്താൽ 1, 3, 5, 7, 9 ഇതൊക്കെ ഓഡ് നമ്പർ ആണ്. ഇതിന്റെ ഇടയിൽ വരുന്ന നമ്പർ 2, 4, 6, 8 അതുപോലെ 10 ഇതൊക്കെ ഈവൻ നമ്പർ ആണ്. അപ്പൊ ഈവൻ നമ്പറിന്റെ എൻഡില് ഈ നമ്പേഴ്സ് 2, 4, 6, 8 പിന്നെ 0 ഉണ്ടാകും. ഓഡ് നമ്പറിന്റെ എൻഡിലോ 1, 3, 5, 7, 9 ഉണ്ടാവും. ഇപ്പൊ ഇവിടെ നമ്മൾ 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ലാസ്റ്റില് 2, 4, 6, 8 പിന്നെയും 0 ഇനി 22 ആയിരിക്കും വരിക. പിന്നെ 24, 26, 28 and 30. ഇവിടെ കണ്ടോ അഗെയിൻ 0, 2, 4, 6, 8, 0 ഇതാണ്
പാറ്റേൺ. ഇതിൽ എവിടെയെങ്കിലും 3 വരുന്നുണ്ടോ? ഇല്ല. അപ്പോ നമ്മൾ കൗണ്ട് ചെയ്ത് പോകുമ്പോ 42 വരും, പിന്നെ 44ഉം വരും. ഇടയ്ക്കുള്ള 43 ഈ ഒരു കൗണ്ടിങ്ങിൽ വരില്ല. അപ്പൊ ആൻസർ എന്താണ്? നോ. മാല ഈസ് കൗണ്ടിങ് ബാക്ക്വേർഡ്സ് ഫ്രം 20. ഈ പ്രാവശ്യം ബാക്ക്വേർഡ് കൗണ്ടിങ് ആണ്. ഹൗ മെനി സ്റ്റെപ്സ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് 0? 20യിൽ നിന്ന് 0യിൽ എത്താൻ എത്ര സ്റ്റെപ്പ് വേണം? 1ൽ നിന്ന് 0യിൽ എത്താൻ ഇമാജിൻ ഇവിടെ നമുക്ക് 0 എന്ന നമ്പർ ഉണ്ട്. 1ൽ നിന്ന് 0യിൽ എത്താൻ എത്ര സ്റ്റെപ്പ് വേണം? ഒരു സ്റ്റെപ്പ് അല്ലേ? അപ്പൊ 1ൽ നിന്ന് ഒരു സ്റ്റെപ്പ്. 2ൽ നിന്നാണെങ്കിലോ 1 2. 2ൽ നിന്ന് 0യിൽ എത്താൻ വേണ്ടി 2 സ്റ്റെപ്പ് വേണം. 3ൽ നിന്നോ 1 2 3. അപ്പൊ 3ൽ നിന്ന് 0യിൽ എത്താൻ 3 സ്റ്റെപ്പ് വേണം. 4ൽ നിന്നോ 1 2 3 4. 4ൽ നിന്ന് 0യിൽ എത്താൻ വേണ്ടി 4 സ്റ്റെപ്പ് വേണം. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? ഏത് നമ്പറിൽ നിന്നും ബാക്ക്വേർഡ് കൗണ്ട് ചെയ്ത് 0യിൽ എത്താൻ അത്ര തന്നെ സ്റ്റെപ്സ് ആവശ്യമുണ്ട്. ഇനി നിങ്ങൾക്ക് ഫുൾ കൗണ്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? നോ അല്ലേ? അപ്പൊ 20യിൽ നിന്നാണെങ്കിൽ എത്ര പ്രാവശ്യം ബാക്കോട്ട് കൗണ്ട് ചെയ്യണം? 20 സ്റ്റെപ്സ് വേണ്ടി വരും. 20 സ്റ്റെപ്സ്. ഇനി 100ൽ നിന്നാണെങ്കിലോ അത്രയും നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ. ഇത് ഈസിയാണ്. 100ൽ നിന്ന് 0യിൽ എത്താൻ ബാക്ക്വേർഡ് 100 സ്റ്റെപ്സ് എടുത്താൽ മതി. Viraj is counting backwards in 2s from 20. നേരത്തെ മാല കൗണ്ട് ചെയ്തത് 20യിൽ നിന്നാണ്, പക്ഷെ 1ലാണ് കൗണ്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ 2ലാണ് കൗണ്ട് ചെയ്യുന്നത്. How many steps will it take to reach 0? നമുക്കിതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ? 20യിൽ നിന്ന് 19ൽ പോവാതെ സ്കിപ്പ് ചെയ്ത് 18ലെത്തി. 18 17ൽ പോവാതെ സ്കിപ്പ് ചെയ്ത് 16ലെത്തി. 14 12 പിന്നെ 10 അവിടെ നിന്ന് 8 6 4 2 0 0ലെത്തി. അപ്പൊ എത്ര സ്റ്റെപ്സ് വന്നു? 1 2 3 4 5 6 7 8 9 10. 20യിൽ നിന്ന് 2ൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 0യിൽ എത്താൻ വേണ്ടി 10 സ്റ്റെപ്സ് ആണ് ഉള്ളത്. അപ്പോ ഇതിന്റെ അർത്ഥം 10 എന്ന് പറഞ്ഞാൽ 20യുടെ ഹാഫ് ആണ്. 20യുടെ കറക്റ്റ് ഹാഫ് ആണ് 10. അതെന്ന് പറഞ്ഞാൽ 10 പ്ലസ് 10 ആണ് 20. ഇനി 40യിൽ നിന്നാണെങ്കിലോ 40യിൽ നിന്ന് 0 എത്താൻ എത്ര സ്റ്റെപ്സ് വേണം? അപ്പൊ നമുക്ക് ഈ 40യുടെ ഹാഫ് എന്താണെന്ന് നോക്കിയാൽ മതി. 4ന്റെ ഹാഫ് എന്താണ്? 2 ആണല്ലേ? അപ്പൊ 40യുടെ ഹാഫ് 20 സ്റ്റെപ്സ് ആയിരിക്കും 40യിൽ നിന്ന് വേണ്ടി വരിക. ഇതൊക്കെ ഓരോ പാറ്റേൺസ് ആണ്. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. പാറ്റേൺസ് ഇൻ നമ്പർ ചാർട്ട്. ഇവിടെ ഒരു വലിയ നമ്പർ ചാർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ പല പാറ്റേൺസും ഉണ്ട്. Look at the number chart and write down the numbers. Dash come just before 10. നമ്മൾ നേരത്തെ ഓൾറെഡി നോക്കിയതാണ്. എന്നാലും ഈ ഒരു ചാർട്ട് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. 10ന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ ആണ് 9. 9 comes just before 10. Dash come just before 20. That is 19. 19 ആണ് 20യുടെ തൊട്ട് മുമ്പിലുള്ളത്. Dash come just before 30. 29 comes just before 30. And 40യുടെ മുന്നിലോ 39 comes just before 40. Do you see any pattern? Share the number on the number chart. Does the pattern continue for other number? If yes, write down. അപ്പോ ആ നമ്പേഴ്സിനെയൊക്കെ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്യാം. നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ഷെയ്ഡ് ചെയ്യണം. നമുക്ക് ഇവിടെ നിന്ന് സർക്കിൾ ചെയ്ത് നോക്കാം. ഇതാണ്
ആ ഒരു നമ്പേഴ്സ്. ഇതിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 10ന്റെ മുന്നിലുള്ള 9. അപ്പൊ ഇതിന്റെ എല്ലാം എൻഡിലുള്ളത് 9999 എന്നാണ്. എന്നാൽ ഇതിന്റെ ടെൻസിന്റെ പ്ലേസിൽ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ഇവിടെ ഒരു നമ്പറും ഉണ്ടായിരുന്നില്ല. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ താഴേക്ക് പോകുന്നതിനനുസരിച്ച് അത് കൂടി കൂടി വരുന്നുണ്ട്. Does the pattern continue for other numbers? ഇതിലുള്ള എല്ലാ നമ്പേഴ്സും നോക്കാം. ഇതുപോലെ ഇപ്പൊ 9ല് താഴേക്ക് പോയപ്പോ എന്ത് മനസ്സിലായി? ലെഫ്റ്റ് സൈഡിൽ ഓരോ നമ്പർ വീതം ഇൻക്രീസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും എല്ലാ നമ്പറിനും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 6ന് താഴേക്ക് പോയപ്പം ശരിയാണ്. ഇവിടെ 9 താഴേക്ക് പോയപ്പോ 19 ആയ പോലെ 6ന്റെ താഴേക്ക് പോയപ്പോ 16, താഴേക്ക് പോയപ്പോ 26, അടുത്ത താഴേക്ക് പോയപ്പോ 36, 46, 56, 66, 76, 86, 96 അങ്ങനെ കൂടി 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 വരുന്നുണ്ട്. എന്നാൽ ഇതില് രണ്ട് രീതിയിൽ ഇപ്പൊ താഴേക്ക് പോയപ്പോ ഓരോ നമ്പർ ആയിട്ട് കൂടി വന്നു ലെഫ്റ്റ് സൈഡില്. ഇതില് റൈറ്റിലേക്ക് പോകുമ്പോഴോ കൗണ്ട് ചെയ്യുന്ന പോലെ 1, 2, 3 ഓരോരോ നമ്പർ ആയിട്ട് കൂടി കൂടി വരുന്നുണ്ട്. സെയിം 21, 22 റൈറ്റിലേക്ക് പോകുമ്പോ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ വൺസ് പ്ലേസിലുള്ള നമ്പർ ആണ് മാറുന്നത്. 21, 22, 23 അങ്ങനെ. അപ്പൊ ഈ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് ഈ പാറ്റേൺ സെയിം ആണോ, ഇത് മറ്റു നമ്പറിനും അപ്ലിക്കബിൾ ആണോ? അപ്പൊ നമുക്ക് 9 തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 9, 19, 29, 39, 49, 59, 69, 79, 89 and 99 എന്ന് എഴുതാം. നമുക്ക് വേറൊരു നമ്പർ ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ 2 ആണെങ്കിൽ നമുക്ക് ആദ്യം ഇത് എഴുതി നോക്കാം. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? 1, 2, 2, 2, 3, 2, 4, 2, 5, 2, 6, 2, 7, 2, 8, 2 and 9, 2. ഇത് ശരിയാണോ? 2, 1, 2, 2, 2, 3, 2, 4, 2, 5, 2, 6, 2, 7, 2, 8, 2, 9, 2 അതായത് 92. അപ്പോൾ ഈ പാറ്റേൺ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇത് ഏത് നമ്പറിനും കറക്റ്റ് ആണ്. Now look at the number colored in green in the number chart. Write them. ഇവിടെ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 1, 12, 23, അടുത്തത് 34, 34, അടുത്തത് 45, 56, 67, 78, 89 and 100. ഇതിന്റെ പാറ്റേൺ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയോ? നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഒരു നമ്പർ ഇല്ല, പിന്നെ ലെഫ്റ്റ് സൈഡിൽ 1, 2, 3, 4, 5, 6, 7, 8 എന്ന് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലും നമ്പർ 1 ആയിരുന്നു, 2, 3, 4, 5 എന്ന് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു നമ്പർ എടുത്താലും 1 ആണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് നമ്പർ ആണ് അടുത്ത നമ്പർ. ഇനി അതിൽ തന്നെ 2 സ്റ്റാർട്ട് ചെയ്യും, അടുത്ത നമ്പർ 3 ആണ്. ഇനി 3ൽ സ്റ്റാർട്ട് ചെയ്യും, അടുത്ത നമ്പർ 4 ആണ്. 4ൽ സ്റ്റാർട്ട് ചെയ്യും, അടുത്ത നമ്പർ 5 ആണ്. 5ൽ സ്റ്റാർട്ട് ചെയ്യും, അടുത്ത നമ്പർ 6 ആണ്. ഈ രീതിയിലാണ് ഇത് കൂടി കൂടി വരുന്നത്. വാട്ട് പാറ്റേൺ ഡു യു നോട്ടീസ്? ഡിസ്കസ്. എങ്ങനെയാ നിങ്ങളുടെ പാറ്റേൺ? ലെഫ്റ്റ് സൈഡിൽ ആദ്യം 0 ആയിരുന്നു, അതിൻ്റെ അടുത്ത് 1 ആഡായി പോകുന്നു. റൈറ്റ് സൈഡിൽ 1 ആഡായി പോകുന്നുണ്ട്. Lakshanya made a number window and placed it on the number chart as shown below. ലക്ഷണ്യ ഒരു നമ്പർ വിൻഡോ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വിൻഡോ കണ്ടോ? ഇവിടെ ഇരിക്കുന്ന നമ്പർ ഒക്കെ അതിൻ്റെ ഉള്ളിൽ മൂടിപ്പോയി. എന്നിട്ട് വിൻഡോന്റെ ഡോർ ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. If the center of the window is placed on 28, which number will be on top of it? Center of the window ഇവിടെ 28 ആണ്. ഇതിന്റെ തൊട്ട് മുകളിലുള്ള നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി അല്ലേ? ഇപ്പൊ 8 ആണ് ഇവിടെ. ഏറ്റവും മുകളിൽ 8 ആയിരിക്കും. അടുത്തത് 1, 8, 2, 8, 3, 8,
48 അങ്ങനെയാണ് പോവുക അല്ലെ? അപ്പൊ നമ്മുടെ നമ്പർ 28 ആണ്. അപ്പൊ അതിന്റെ തൊട്ട് മുകളിലത്തെ നമ്പർ എത്രയായിരിക്കും? ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലൂ 10 ലെസ് എന്നാണ്. ഇവിടെ 28 ആണെങ്കിൽ ഇവിടെ 18 ആണ് കിട്ടുക. അപ്പോ on the top of it, it is 18 or 18. Which number will be below it? Easy ആണല്ലേ? പാറ്റേൺ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 28ന്റെ താഴെ 10 more. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നെക്സ്റ്റ് നമ്പർ 38. ഇവിടെ 28 ആണ്, ഇവിടെ 38. അപ്പൊ താഴെയുള്ളതാണ് 38. Which number will be on right? ഇതാണ് റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ എങ്ങനെയാണ്? 1 more. ലെഫ്റ്റ് സൈഡിൽ 1 less. അപ്പൊ റൈറ്റ് സൈഡിലുള്ള നമ്പർ ആണ് 29. അത് കഴിഞ്ഞ് 30. അപ്പൊ ഇത് കറക്റ്റ് ആണോ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാം. ഇനി ലെഫ്റ്റ് സൈഡിലോ 1 less. 28ന്റെ തൊട്ട് മുന്നിലുള്ള just before 28 ഏത് നമ്പർ ആണ്? 27. ഇവിടെ കണ്ടോ 26, 27. കറക്റ്റ് ആണ്. അപ്പൊ റൈറ്റ് സൈഡിൽ 29, ലെഫ്റ്റ് സൈഡിൽ 27. ഈ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇതേപോലത്തെ കുറെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓരോ പ്രോബ്ലം ആയിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇത്രയും കഴിയുമ്പോഴേക്ക് നിങ്ങൾ പാറ്റേണിൽ എക്സ്പെർട്ട് ആയി മാറിയിട്ടുണ്ടാവും. Let us do it for other numbers. അപ്പൊ 53 ഇതിന്റെ മുകളിൽ എന്തായിരുന്നു? ഇത് 53 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 43. അതിന്റെ താഴെയോ 63. ലെഫ്റ്റ് സൈഡിലോ 1 ലെസ്, അതായത് 52. റൈറ്റ് സൈഡിൽ 54. എത്ര ഈസിയാ അല്ലേ? അപ്പൊ ഇതുപോലെ എല്ലാം ചെയ്ത് നോക്കാം. ഞാനിവിടെ എല്ലാം വേഗം ചെയ്തു പോകുന്നുണ്ട്. നിങ്ങൾ അത് സ്വന്തമായിട്ട് ചെയ്യുക. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യാം. 26ന്റെ മേലെ 26 ആണ്. അപ്പൊ മുകളിൽ എന്ത് വരും? 16. 26ന്റെ താഴെ 36. 16, 26, 36 അല്ലേ? ഇവിടെ 1 less, 1 more. 25 and 27. ഇവിടെയോ 7 4 ആണ്. അപ്പൊ ഇവിടെ 6 4 ആണ്. ഇവിടെ 8 4 ആണ്. ഇനി ഇവിടെയോ 73, 75. കുറെ നമ്പേഴ്സ് ഉണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡിൽ വരുമ്പോ എപ്പോഴാവും? 1 more ആണ്. അപ്പൊ 8 കഴിഞ്ഞാൽ 9. ഇത് താഴേക്ക് വരുമ്പോഴോ 1 8 2 8. ഇനി 18ന്റെ തൊട്ട് മുമ്പ് എന്താ വരിക? 1 less. അപ്പൊ 17. ഇനി ഇവിടെ 57 റൈറ്റിലേക്ക് പോകുമ്പോ ഒരു നമ്പർ ആഡ് ആയി പോകും. അപ്പൊ 58, 59. താഴേക്ക് 58 58. അപ്പൊ 68. അതിന്റെ മുകളിൽ 48. 59ന്റെ മുകളിൽ 49. 59 59ന്റെ താഴെ 69. 46ന്റെയോ ലെഫ്റ്റ് സൈഡിൽ 4 5. റൈറ്റ് സൈഡിൽ 4 7. മുകളിൽ 3 6. താഴെ 4 6 കഴിഞ്ഞാൽ 5 6. ഇനി 5 6ന്റെ മുമ്പിൽ 5 5. അപ്പൊ ഇവിടെ ഈ സൈഡ് നോക്കിയാൽ 4 5 കഴിഞ്ഞാൽ 5 5. അപ്പൊ അത് ശരിയാണ്. 6 9 68 and 70. അത് കഴിഞ്ഞാൽ 7 9 8 9. 16 കഴിഞ്ഞാൽ 2 6 3 6. 26 plus 1 27. ഇവിടെയോ 3 7. അപ്പൊ അടുത്ത നമ്പർ എന്തായിരിക്കും? 3 8. ഇവിടെ 32ന്റെ മുകളിൽ എന്താ വരേണ്ടത്? 2 2. താഴെയോ 4 2. 22ന്റെ റൈറ്റില് 2 3 2 4. 42ന്റെ റൈറ്റില് 4 3 4 4. ഇവിടെ 65ന്റെ താഴെ 7 5 8 5. 65ന്റെ ലെഫ്റ്റില് 6 4. 85ന്റെ റൈറ്റില് 8 6. 3 6. 3 6 കഴിഞ്ഞാൽ 4 6 5 6. 5 6 കഴിഞ്ഞാൽ 5 7. 57 കഴിഞ്ഞാൽ 58. അതിന്റെ തൊട്ട് മുകളിൽ 48 38. അതുപോലെ 55ന്റെ മുകളിൽ 45
55 കഴിഞ്ഞാൽ 65. 45ന്റെ ലെഫ്റ്റില് 44. 45 കഴിഞ്ഞ് കഴിഞ്ഞാൽ 46. 65ന്റെ മുന്നേ 64. 65 കഴിഞ്ഞാൽ 66. Exploring patterns. ഇതുവരെ നമ്മൾ നമ്പർ പാറ്റേൺസ് ആണ് നോക്കിയിരുന്നത്. ഇവിടെ കുറച്ച് പിക്ചർ പാറ്റേൺസ് ആണ് ഉള്ളത്. Observe how the number of blocks are increasing in the following shapes and extend the pattern. ഇവിടെ ആദ്യം 1 ബ്ലോക്ക് ആണ് ഉണ്ടായിരുന്നത്. 1. പിന്നെ അത് 3 ആയി മാറി. എങ്ങനെ? 2 ആഡ് ചെയ്തപ്പോൾ 3 ആയി മാറി. പിന്നെ അതേ ഡിസൈൻ അവിടെ തന്നെ ഉണ്ട്. അതിന്റെ കൂടെ 1, 2, 3 ആയിട്ട് ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്രയായി? 6 ആയി. അപ്പൊ ഇവിടെ 2 ബ്ലോക്സ് ആഡ് ആയി, ഇവിടെ 3 ബ്ലോക്സ് ആഡ് ആയി. അപ്പൊ ഇനി എത്ര ബ്ലോക്സ് ആയിരിക്കും ആഡ് ആവുക? യെസ്, 4 ബ്ലോക്സ്. അപ്പൊ ഇനീഷ്യലി നമുക്ക് ആ ബ്ലോക്സിന് അങ്ങനെ തന്നെ വരയ്ക്കാം. എന്നിട്ട് അതിന്റെ കൂടെ 4 ബ്ലോക്സ് 1, 2, 3, 4 4 ബ്ലോക്സ് ആഡ് ചെയ്യാം. ഇപ്പൊ എത്ര നമ്പർ ഉണ്ട് ഇത്? ഇനീഷ്യലി അത് 6 ആയിരുന്നു. ഇപ്പൊ 6 + 4 10 ബ്ലോക്സ് ആയി മാറി. ഇനിയോ ഈ പാറ്റേൺ അതുപോലെ തന്നെ വെച്ചിട്ട് 10. ഇനി അതിനോട് ഇവിടെ 4 അല്ലേ ആഡ് ആയത്? അപ്പോ ഇവിടെ എന്താണ്? 5 ബ്ലോക്സ് ആണ് ആഡ് ആവേണ്ടത്. ആദ്യത്തെ ബ്ലോക്കിനെ അതേപോലെ വെക്കുക. ഇനി 5 ബ്ലോക്സ് ആഡ് ചെയ്യുക. കണ്ടോ? 1, 2, 3, 4, 5. ഇപ്പൊ ഇവിടെ എത്രയായി? 15. 1, 3, 6, 10, 15. ഇനി ബി. ഇവിടെ എങ്ങനെയാണ്? ഒരു ബ്ലോക്ക് ഉണ്ട്, പിന്നെ ആ ബ്ലോക്ക് അതുപോലെ തന്നെ വെച്ചു, എന്നിട്ട് 1, 2, 3 ഇവിടെ ആഡ് ചെയ്തു. ഇനി ആ ബ്ലോക്ക് അതുപോലെ വെച്ചു, അതിന്റെ മുകളിൽ 1, 2, 3, 4, 5 ആഡ് ആയി. അപ്പൊ ഇനി അടുത്തത് എങ്ങനെയാ വരിക? ഈ ഫുൾ ബ്ലോക്ക് അങ്ങനെ തന്നെ വെക്കണം. ഇനി അതിന്റെ മുകളിൽ 1, 2, 3, 4, 5, 6, 7. ഇനിയോ ഈ ഫുൾ ബ്ലോക്ക് ഇങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് അതിന്റെ മുകളിൽ 1, 2, 3, 4, 5, 6, 7, 8, 9. എങ്ങനെയാണ് അഡീഷൻ വന്നത്? ഇവിടെ 3, 5, 7, 9. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊക്കെ ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ്. എപ്പോഴും ഈവൻ നമ്പറും ഓഡ് നമ്പറും എന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്ത പാറ്റേൺ എങ്ങനെയാണ്? 4 ബ്ലോക്സ് അതിന്റെ മുകളിൽ 1. അടുത്തത് 8. ഇവിടെ സൈഡിൽ അയച്ച് 1, 2, 3 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടുത്ത ബ്ലോക്കും ഇതുപോലെ തന്നെ 3 ആഡ് ചെയ്യണം. ഈ ഒരു ചിത്രത്തിന് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് അതിന്റെ സൈഡിൽ 1, 2, 3. ഇനിയോ ഇത് മൊത്തമായിട്ട് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് അതിന്റെ കൂടെ അഗെയിൻ 1, 2, 3. ഇവിടെ 8 ആണ്. ഇവിടെയോ 8 + 3 is 11. ഇനി 11 + 3 is 14. ഇത് കറക്റ്റ് ആണോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. കറക്റ്റ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. 14 കറക്റ്റ് ആണ്. ഇതിന്റെ മുകളിലത്തെ നമ്പറും ഒക്കെ അതുപോലെ കൗണ്ട് ചെയ്ത് എഴുതണം കേട്ടോ. എത്രയായിരുന്നു? 9 ആയിരുന്നു. 9 + 7 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 + 9 എന്ന് പറഞ്ഞാൽ 25 ആണ്. Make a 3x4 grid. 3x4 grid എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ വരയ്ക്കുന്ന ഒരു കളികൾക്കാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരയ്ക്കാം. ഇതില് 3x4 എന്ന് പറയുമ്പോ ഇങ്ങനെ 1, 2, 3 നമ്മൾ ഇതിനെ റോസ് എന്നാണ് പറയുക. അപ്പൊ ഇതില് 3 റോസ് ഉണ്ടാവും. അപ്പൊ 3x4 അല്ലെ? അപ്പൊ 3 rows and ഇതാണ് കോളം. 4 കോളം വേണം ഇവിടെ. 1, 2 നമുക്ക് ഇടയ്ക്ക് ഒന്നുകൂടി വരച്ചു കൊടുക്കാം. അപ്പൊ 3, 4 columns ആയല്ലേ? അതാണ് 3x4 grid. Make a 3x4 grid for playing bingo. Bingo കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഗ്രിഡ് ഉണ്ടാക്കണം. Fill the boxes of the grid with any number
ഫ്രം 2 to 12. അപ്പോ ഈ ഗെയിമിന് വേണ്ടി ഇതുപോലെ ഒരു ഗ്രിഡ് ഉണ്ടാക്കണം. അപ്പോ 3/4 ആണ്. അപ്പൊ 4 കോളം 1 2 3 4 കോളം ആയി അല്ലേ? ഇനി 3 rows 1 2 3. ഇനി ഇതിൽ 2 to 12 ഉള്ള ഏത് നമ്പർ വേണമെങ്കിലും ഫിൽ ചെയ്യാം. നമ്പേഴ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും ഇതുപോലെ ഓരോ ഗ്രിഡ് ഉണ്ടാവും. അതില് നിങ്ങൾ ഫിൽ ചെയ്യുന്ന നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഫിൽ ചെയ്യാം. അതിന് ഓർഡർ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 2 2 12 11 10 5 ഇനി 9 7 7 7 ഇങ്ങനെയൊക്കെ കൊടുക്കാം. Let one child throw 2 dice. Dice എന്താന്ന് എല്ലാവർക്കും അറിയാലോ. ഡൈസിന്റെ ഓരോ സൈഡിലും 1 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടാവും. And say the sum of the numbers of dots on the dice. നിങ്ങൾ ഒരു 2 ഡൈസ് എടുത്തിട്ട് പുറത്തേക്ക് ഇടും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡൈസ് ഒരു നമ്പർ 2 ഡൈസ് ഒരുപോലെ ഇടുമ്പോൾ ഒന്നില് 1 എന്നും അടുത്തതില് 2 എന്നുമാണ് കിട്ടിയത്. 1 plus 2 equal to 3. Other children will cross the number on their grid. ഇപ്പൊ നിങ്ങൾ 3 കിട്ടുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ അവരുടെ ഗ്രിഡിലുള്ള നമ്പർ ക്രോസ് ചെയ്യും. ഇനി വേറൊരു കുട്ടി ഡൈസ് ഇടുകയാണ്. ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 1ഉം മറ്റേ ഡൈസിലും 1 ആണ്. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 plus 1 equal to 2. അപ്പൊ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്രോസ് ചെയ്യാം, ഇവിടെ ക്രോസ് ചെയ്യാം, ഇവിടെ ക്രോസ് ചെയ്യാം. കാരണം നിങ്ങളുടെ അടുത്ത് 3 2 ഉണ്ട് അല്ലേ? Continue this till child crosses all the numbers. Bingo. അപ്പൊ ആരുടെ ഗ്രിഡിലാണോ ഈ നമ്പർ ആദ്യം തന്നെ എല്ലാം ക്രോസ് ചെയ്ത് തീരുന്നത് അവര് കളിയിൽ ജയിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് കളിച്ചു നോക്കാം അല്ലെ? ഓക്കെ, അപ്പോ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. എല്ലാ പ്രോബ്ലംസും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കണം. ഇത് ഒരു ഹെൽപ്പ് വീഡിയോ മാത്രമാണ്. ഇതിന്റെ ഹെൽപ്പ് എടുക്കാം, ആൻസർ ചെക്ക് ചെയ്യാം. പക്ഷെ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.